എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. ഓരോ സങ്കടവും നമ്മൾ ഒരു കരച്ചിലും കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി എന്തായി വൈലന്റ് ആയി കുട്ടീനെ നോക്കുന്നില്ല. ഇത് ഓരറിയുന്നുണ്ടോ? ഓരിപ്പോൾ പറയുന്നത് എന്താ, ഒന്ന് പോയി അതില്ല പ്രശ്നമല്ല, അങ്ങ് മയങ്ങിപ്പോവും അല്ലെ മാഞ്ഞു പോകുന്നു. സുഹൃത്തുക്കളെ, വേദന ഒരു സത്യം പറയാമല്ലോ. കുട്ടികൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്കും മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. ഇപ്പം ഷഹബാസിൻ്റെ പിതാവും മാതാവും അവരെ ആശ്വസിപ്പിക്കാൻ ആളുകളുടെ കൂട്ടത്തോടെയുള്ള വരവാണ്. ടി വിയിൽ ഇത് കാണുന്നവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് കാണുന്നവർക്ക് ഇതൊരു വാർത്തയാണ്. പക്ഷെ അവർ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. അവരിന്ന് മീഡിയ കാണുകയുണ്ടായി. മീഡിയ കാണുമ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് വളരെ വിഷമമുള്ള കാര്യമാണ്. ഈ ഷഹബാസ് മരിക്കാൻ കാരണം അവൻ്റെ കൂടെ പഠിച്ചവർ മാത്രമല്ല, അതിന് പിന്നിൽ പല ആളുകളും ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായ വിവരമാണ് ഷഹബാസിൻ്റെ മാതാപിതാക്കൾ പറയുന്നത്. പിന്നെ അവർ കടന്നു പോകുന്ന ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്, അതിനെപ്പറ്റിയും കൃത്യമായി പറയുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ ഉണ്ട്, നമുക്കത് നോക്കാം. സംസാരിച്ച സമയത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഈ സ്റ്റേജിൽ എങ്ങനെ കൊണ്ടുപോകും? ഒരു വയസ്സായ കുട്ടിയില്ലേ? ഇതോ ആരോ അറിയുന്നുണ്ടോ? ഇവര് അങ്ങാടിയിൽ എന്തും കാഞ്ഞ് വെല്ലുവിളിക്കുന്ന രീതിയിൽ കൈയൊക്കെ അഭിവാദി മറ്റുള്ള ആളുകൾ ഇവരെന്ത് ആൾക്കാരാണെന്നാ ചോദിക്കുന്നത്. ഇത് ഞങ്ങൾ പള്ളിയിൽ ഇന്നലെ വെള്ളിയാഴ്ചയാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. ആ സമയത്തൊക്കെ വെച്ചാൽ ഇവർ ചിരിച്ചും കാഞ്ഞ് എന്താ പറയുക, അവർക്ക് കാണുന്നേരം നമുക്കുള്ള ഒരു മനസ്സുണ്ടല്ലോ, നമ്മൾ തകരുക ചെയ്യുന്നത്. ഇവന്റെ കയ്യിൽ നിന്നാണ് നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം വീട്ടിൽ പോയിട്ട് പിടിക്കുന്നത്. എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല? ഇത് ബാൻ ചെയ്ത മുതലാന്നുള്ള അറിയാന്നാണ്, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വിഷയം ഉണ്ട് എന്ന് അറിയുന്നതാണ്. നിയമത്തിന്റെ ഭാഗത്തു നിന്നൊന്നും ഇല്ലേ? അപ്പം സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്കൂടെ ജീവിക്കണ്ടേ? ഞങ്ങൾ പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ്. കുടുംബം എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞ് കരഞ്ഞാ പോകുന്നത്. ഇവിടെ സ്റ്റേജിൽ നിന്ന് രാത്രിയാകുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നും കാഞ്ഞ് ഇവിടുന്ന് നമ്മളെ അവസ്ഥ കണ്ടും കാഞ്ഞ് കരഞ്ഞു പോവുക. ഫോൺ ചെയ്യുന്ന സമയത്ത് ചില ഫോൺ കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ആ പിതാവ് കൃത്യമായി പറയുന്നുണ്ട്, സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതാണ് കൃത്യമായ ചോദ്യം. ആ കുട്ടികളെ കൊന്ന അതിന് പിന്നിലുള്ള കുറച്ച് ആളുകളുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇവർക്ക് മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ നാട്ടിലെ നിയമത്തെ നോക്കി അവർ ചിരിക്കുകയാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും മുന്നിൽ കൂടെയാണ് അവർ ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് നടക്കുന്നത്. ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ചു. അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതായിരിക്കും ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആ മാതാവിന് പല പല ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അതിന് ചിലവുണ്ട്. പാവപ്പെട്ടവരാണ്, അന്നന്നത്തെ വകയ്ക്ക് വേണ്ടി നോക്കി ജീവിക്കുന്ന ആളുകളാണ് അവർ. അങ്ങനെയുള്ളവർ ഈ വലിയ പിടിപാടും കാര്യങ്ങളും ഉള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ നാട്ടിലെ നിയമം അവരെ സഹായിച്ചില്ലെങ്കിൽ അവർക്ക് എങ്ങനെ നീതി കിട്ടും? വല്ലാത്ത അവസ്ഥയുടെ ബാക്കി കുറച്ച് കാര്യം കൂടെ അവർ പറഞ്ഞത്, അത് കണ്ടിട്ട് തിരിച്ചു വരാം. ഓരോ സങ്കടവും നമ്മൾ ഒരു കരച്ചിലും കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി എന്തായി വൈലന്റ് ആയി കുട്ടീനെ നോക്കുന്നില്ല. ഇത് ഓരറിയുന്നുണ്ടോ? ഓരിപ്പോൾ പറയുന്നത് എന്താ, ഒന്ന് പോയി അതില്ല പ്രശ്നമല്ല, അങ്ങ് മയങ്ങിപ്പോവും അല്ലെ മാഞ്ഞു പോകുന്നു. അതല്ലല്ലോ, നമുക്കിതൊന്നും തീരാ ഒരു ദുഃഖമായിട്ട്. ഇതിപ്പോ മറ്റുള്ള 3 കുട്ടികളുണ്ട്, അവരെ പോറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവള് ലെവലിൽ നിൽക്കണം. ഇവള് ലെവലാവുന്നുള്ള എന്നാൽ ഡോക്ടർ എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കണം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യൂ? ഇനി ഇത് തുടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഒരാൾക്കും ഇത് വരാൻ പാടില്ല. ഇത് വേദന അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇതിന് എന്തായി കഴിഞ്ഞാലും ഒരു തുടർ നടപടി എന്നുള്ള കണ്ടീഷനിൽ മുതിർന്ന ആളുകളുണ്ട്, അവരെ നിയമത്തിന്റെ മുന്നിൽ എന്നാലേ ഇത് എന്ത് ചെയ്യും, നമ്മൾ തടയാൻ കഴിയും. അത്രമാത്രം എനിക്ക് ഇത് പറയാനുള്ളൂ. പിതാവ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ ആശ്വസിക്കാൻ വരുന്നവർ പറയുന്ന വാക്കുകൾ കൂടെ ആ അമ്മയെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് ബാക്കിയുള്ള 3 കുട്ടികളെ കാണാൻ സാധിക്കുന്നില്ല. അവരെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു, ഡോക്ടർ പറയുന്നുണ്ട്. അതിനുള്ള ചെലവുകൾ, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ. ആ മാതാവും കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. കൊണ്ട് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. ആ മാതാവിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അവർക്ക് മാത്രമാണ് നഷ്ടം ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ വിഷമിക്കേണ്ട, വീട്, ബാക്കിയുള്ള മക്കളെ നോക്കാം എന്നൊക്കെ പറയാം. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തോട് അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ നാട്ടിലെ നിയമവ്യവസ്ഥിതി അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കണം. പോലീസ് കൃത്യമായി അന്വേഷിക്കണം. വലിയ പിടിപാടുള്ള ആളുകളാണ് ഇതിൻ്റെ പിറകിൽ എന്നാണ് ഈ പിതാവ് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം
ഇതിൽ ന്യായം ഇവർ കിട്ടുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി ഇനിയും തുടരുകയാണ്. ഒരു പയ്യനെ അവൻ്റെ തല ഇടിച്ച് നെഞ്ചക്കൊണ്ട് തകർത്ത് ബാക്കിയുള്ള ശരീരഭാഗങ്ങളിൽ മൊത്തം മുറിവേൽപ്പിച്ച് അങ്ങനെ ഒരു മരണമാണ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ആദ്യമേ കുട്ടികൾ തമ്മിലുള്ള വഴക്കാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതിന് പിന്നിൽ മുതിർന്ന ആളുകളുടെ പങ്കുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയുടെ അടുത്ത് അങ്ങനെ ക്രൂരകൃത്യം കാണിക്കാൻ ശ്രമിക്കുന്ന കുറേ വ്യക്തികളുടെ മനസ്സ് ഒന്ന് ചിന്തിച്ചു നോക്കി. എന്ത് മനസ്സാണ് അവരുടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടക്കുകയാണ്. ഇപ്പം മീഡിയ ആവട്ടെ, ആളുകളാവട്ടെ, ഒരു സംഭവം കഴിഞ്ഞ് അതിൻ്റെ ചൂട് മാറി അടുത്ത സംഭവത്തിലേക്ക് പോകുമ്പോൾ അത് വിട്ടുകളയും. പക്ഷേ ആ കുടുംബങ്ങളിൽ, ആ നഷ്ടമുണ്ടായ കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ ആ പ്രശ്നമുണ്ടായ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇവിടെ ട്രെൻഡിങ്ങിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ പോകത്തുള്ളൂ. ഇപ്പോൾ ഷഹബാസിൻ്റെ ന്യൂസ് കഴിഞ്ഞ് പല പല ന്യൂസുകൾ വന്നു. അപ്പോൾ ഷഹബാസിൻ്റെ കാര്യം വിട്ടുപോയി. ഇപ്പം ഈ പിതാവും മാതാവും കൂടെ മീഡിയ കണ്ടപ്പോൾ മാത്രമാണ് അതിനെപ്പറ്റി വീണ്ടും ചർച്ച വരുന്നത്. ഇതിന് ഇടയിൽ അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് അവർക്കേ അറിയത്തുള്ളൂ. അവർക്ക് താങ്ങും തണലും ആകേണ്ടിയിരുന്ന മൂത്ത മകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർ വലിയ കാശുള്ള വീട്ടിലെ ആളുകളൊന്നുമല്ല, സാധാരണക്കാരാണ്. ഇതിൻ്റെയൊക്കെ പുറകെ പോകണമെങ്കിൽ അവർക്ക് എത്രത്തോളം കാശ് ചിലവുണ്ടാകും. എതിരെ നിൽക്കുന്ന ആളുകൾ നല്ല കാശും പിടിപാടുമുള്ള ആളുകളാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. കയ്യിക്കുള്ളവൻ കാര്യക്കാരൻ. ആരുടെ ഈ പണമുണ്ടോ, പ്രശസ്തിയുണ്ടോ, അവൻ എങ്ങനെ പണം ഉണ്ടാക്കി, ഏത് ക്രൂരകൃത്യം ചെയ്ത് പണം ഉണ്ടാക്കി, അതിലൊന്നും ഒരു കാര്യമില്ല. പൈസ ഉണ്ടോ അതുവരെയുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മായ്ച്ചു കളയാം. നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ ബഹുമാനത്തിന് അർഹനായ ഒരു വ്യക്തിയാണ്. നമ്മുടെ നാട്ടിൽ കാശ് കൊണ്ട് മാത്രമാണ് ബഹുമാനവും സ്നേഹവും ഒക്കെ വരുന്നത്. കാശുണ്ടെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയാണ്. കാശ് ഉണ്ടാകുന്നിടം വരെയുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതം ഉണ്ടല്ലോ, അത് കാശ് കൊണ്ട് തന്നെ മായ്ച്ചു കളയാം. ആ ഒരു അവസ്ഥയാണ്. എല്ലാം തന്നെ കാശ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട് പോകുന്നത്. മാനുഷിക പരിഗണന, സ്നേഹം, ഇതിനൊന്നും ഒരു വിലയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്രത്തോളം ഇവർക്ക് നീതി കിട്ടും എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് നിയമവ്യവസ്ഥയോടും ഈ നാട്ടിലുള്ള എല്ലാവരോടും പറയാനുള്ളത് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഒരു വിധേനയും കുറ്റം ചെയ്തവർ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ഇപ്പം ആ കുറ്റം ചെയ്ത കുട്ടികൾ അവർ ജുവനൈൽ ജസ്റ്റിസിൻ്റെ കീഴിലാണ് വരുന്നത്. അവർ എക്സാമും എഴുതി അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും. അവർക്ക് കുറച്ചു കാലം എന്തെങ്കിലും കൗൺസിലിംഗ് കാര്യങ്ങളും കൊടുക്കും. അതുകൊണ്ട് ഇവർക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കിട്ടും? ഇല്ല. അവരുടെ നഷ്ടം അവരുടെ നഷ്ടമായി തന്നെ തുടരും ജീവിതകാലം മുഴുവൻ. എന്തോ പറയാനാണ്, നമ്മുടെ നാടിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ള ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ്.